റിസർവ് ബാങ്ക് നോട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരുവാണോ? പിന്നെ എങ്ങനെയാ? നമ്മുടെ എഫേർട്ടോ ഒരു സർവീസോ നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ കൊടുത്തപ്പോ വന്നേ. ഇത് സിംപ്ലി മനസ്സിലാക്കാൻ നാട്ടിൽ എങ്ങനെ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് കൃത്യമാക്കി മനസ്സിലാക്കി ഉദാഹരണം പറഞ്ഞുതരാം. ഈ നാട്ടിൽ നല്ലൊരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, മഞ്ചേരിയിലുള്ള നല്ലൊരു സ്റ്റാർ ഹോട്ടൽ, വുഡ്ബൈൽ. വുഡ്ബൈൽ. ഓക്കെ, മഞ്ചേരി ഒരു ഹോട്ടലാണ് വുഡ്ബൈൽ. കറക്റ്റ്. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ എത്രയാവും? 2500. 2 ഡേ ആണെങ്കിൽ 5000. നമുക്കൊരു സായിപ്പിനെ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ടുവരണം? വിദേശത്തെ സായിപ്പ് വരത്തുള്ളൂ, നാട്ടിൽ സായിപ്പില്ലല്ലോ. എവിടുന്ന് കൊണ്ടുവരണം? പറ, ഒരു രാജ്യം പറ. നമ്മൾ വെച്ച് വരുന്നത് അമേരിക്ക. അമേരിക്കയിൽ നിന്ന് വുഡ്ബൈയിൽ ഒരു സായിപ്പ് വന്ന് 2 ദിവസം താമസിച്ചു. ഓക്കെ, ആ സായിപ്പ് 2 ദിവസം താമസിച്ചതിന്റെ ഭാഗത്ത് ഒരു 5000 രൂപ പേയ്മെന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ ഹോട്ടലിൽ നിന്ന് റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, ആ 5000 രൂപയ്ക്ക് ഈ ചേച്ചിക്ക് ഒരു തുണിക്കടയുണ്ട്. ആ തുണിക്കട പോയിട്ട് 5000 രൂപയുടെ തുണി സാധനങ്ങൾ അങ്ങോട്ട് വേണ്ട കട്ടന ക്ലോത്ത് അങ്ങനെ ഓരോ സാധനം ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് മേടിച്ചു. ഈ ചേച്ചി ആ 5000 രൂപയ്ക്ക് അടുത്തുള്ള ഈ സാറിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 5000 രൂപയുടെ സാധനം മേടിച്ചു. ഈ സൂപ്പർ മാർക്കറ്റിലെ ചേട്ടൻ ഈ ചേച്ചിയുടെ എടുത്താണ് കൊച്ചിനെ ട്യൂഷൻ വിടുന്നത്. ആ ട്യൂഷന്റെ ഫീസായിട്ട് 5000 രൂപ കൊടുത്തു. ഈ ട്യൂഷൻ ടീച്ചർ അടുത്തുള്ള ഓട്ടോക്കാരന്, സ്ഥിരം കൊച്ചിനെ കൊണ്ടുപോകുന്ന ഓട്ടോക്കാരന്റെ 5000 രൂപ ഓട്ടോക്കാരനും കൊടുത്തു. ഈ ഓട്ടോക്കാരൻ അടുത്തുള്ള കോൺട്രാക്ടർക്ക് വീടിന്റെ പണിയുടെ കുറച്ച് ഭാഗമായിട്ട് 5000 രൂപ കൊടുക്കാണ്ട് 5000 രൂപ കൊടുത്തു. ഈ കോൺട്രാക്ടർ ചേട്ടൻ 5000 രൂപ അടുത്തുള്ള ഇറച്ചിക്കടയിലെ ആൾക്ക് ഇറച്ചി മേടിച്ചതിന്റെ എല്ലാം കൂടെ കൂടി തുകയായിട്ട് കൊടുത്തു. ഈ ചേച്ചിയും ഹസ്ബൻഡും കൂടെ വുഡ്ബൈ ഹോട്ടലിൽ പോയിട്ട് 2 ദിവസം താമസിച്ച് അവിടെ 5000 രൂപ കൊടുത്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? മണി സർക്കുലേറ്റ് ചെയ്ത് ഇത്രയും പേരുടെ കാര്യം നടന്നു. എവിടുന്ന് പൈസ വന്നതുകൊണ്ട്? ആ നമ്മുടെ അമേരിക്ക ചേച്ചി കൊണ്ടുവന്ന് അമേരിക്കൻ സായിപ്പിന്റെ 5000 രൂപ ഇറങ്ങിയതുകൊണ്ട്. എസറോ? ആ 5000 രൂപ ഇറങ്ങിയില്ലായിരുന്നെങ്കിലോ ഈ പറഞ്ഞ ഒരു കാര്യവും നടക്കൂല. ക്യാഷ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതും പൈസ സർക്കുലേറ്റ് ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടായി മാറുന്നതും. ശരിക്കും പൈസയെ നമ്മൾ ചെലവഴിക്കണം. പൈസ ചെലവഴിച്ചാൽ അത് സർക്കുലേറ്റ് ചെയ്ത് കൂടുതൽ തുകയായിട്ട് മാറി കൂടുതൽ ആവശ്യങ്ങൾ നടക്കും. ഈ ക്യാഷ് ഫ്ലോ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു, കേരളത്തില്. അതാണ് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ടൈറ്റ് അനുഭവിക്കുന്നത്. കാര്യം എന്നറിയോ? കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം വന്നുകൊണ്ടിരുന്നത് എവിടുന്നായിരുന്നു? വിദേശ മണി. അത് എസ്പെഷ്യലി GCC ഗൾഫ് കൺട്രീസ് എന്നുള്ള മണി. ഈ പൈസ കുത്തനെ കുറഞ്ഞോ? പുറത്തോട്ട് അതിഥി തൊഴിലാളി കൊണ്ടുവന്ന് കൂടിയോ? പഠിക്കുന്ന പിള്ളേര് പുറത്തു കൊണ്ടുവന്ന് കൂടിയോ? വിച്ച് മീൻസ് വന്നുകൊണ്ടിരുന്ന പൈസ കുറഞ്ഞു, പുറത്തോട്ട് പോകുന്നത് കൂടി. ഇവിടെ ക്യാഷ് ഫ്ലോ കുറഞ്ഞ് പൈസ സർക്കുലേറ്റ് ചെയ്യുന്നില്ല, ആവശ്യം നടക്കുന്നില്ല. കൂലിപ്പണിക്കാരനും സാധാരണ കച്ചവടക്കാരനും പൈസ ഇല്ല. ഈ ക്യാഷ് ഫ്ലോ കൂട്ടുന്നത് ജീവനക്കാരാണോ ബിസിനസ്സുകാരാണോ? പ്രധാനമായിട്ട് ആലോചിച്ച് പറ. ഈ ക്യാഷ് ഫ്ലോ കൂട്ടുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉൾപ്പെടുന്ന ബിസിനസ്സുകാരാണോ ജീവനക്കാരാണോ? ആരാ? ബിസിനസ്സുകാരാ. ഇവിടെ ബിസിനസ്സുകാർ വേണം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൾക്കാർ വേണം. കാരണം അവരാണ് സാധനം മേടിക്കുന്നതും അത് പല മടങ്ങായിട്ട് മാറ്റുന്നതും. ഇപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഇപ്പം പപ്പേട്ടൻ ഗവൺമെന്റ് എംപ്ലോയിയാ. പപ്പേട്ടന് മേടിക്കാൻ പറ്റുന്ന ഒരു കാർ എത്ര രൂപയുടെയാ? മാക്സിമം മേടിക്കുന്ന കാർ എത്രയാ സർവീസ് വെച്ചിട്ട്? ഒരു 10 ലക്ഷം രൂപയുടെ കാർ ആണോ അല്ലയോ? ആ 10 ലക്ഷം രൂപ എത്ര ശതമാനം ടാക്സ് പോകും ഗവൺമെന്റിന്? കൂടിപ്പോ 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, മാക്സിമം 2 ആണല്ലോ. ഒരു ബിസിനസ്സുകാരനായ ഒരു ഓണ്ടർപ്രണറായ ഒരു ചെറുപ്പക്കാരൻ മേടിക്കാൻ പോകുന്ന കാർ ഏതാ? BMW, ബെൻസ്, കൂടിയ സാധനങ്ങളാ, പോർഷെ പോലുള്ള ഐറ്റംസാ. ഈ സാധനത്തിന് കൊടുക്കുന്ന ടാക്സ് എത്രയാ? 30 ലക്ഷം 40 ലക്ഷം ഒക്കെയാ. 1 കോടിക്ക് മുകളിലൊക്കെ മേടിക്കുമ്പോൾ ആ തുക ടാക്സ്. ക്യാഷ് ഫ്ലോ കൂടിയത് എവിടുന്ന? ബിസിനസ്സുകാരുള്ളപ്പോഴാ. സർക്കാർ ജീവനക്കാരന്റെ 10 ലക്ഷം രൂപ കിട്ടുന്നു, ഒരു ബിസിനസ്സുകാരന്റെ 10 ലക്ഷം രൂപ കിട്ടുന്നു. 6 മാസം കൊണ്ട് ഏത് പൈസയാ മാർക്കറ്റിൽ ഓടിക്കളിക്കുന്നത്? ആ ബിസിനസ്സുകാരന്റെ പൈസ എങ്ങനെ ഓടിക്കളിക്കുന്നത്? അവൻ സാധനങ്ങൾ മേടിക്കും, വണ്ടി കൊണ്ടുവരും, ശമ്പളം കൊടുക്കും. ഈ ശമ്പളം പല മടങ്ങാവും. 6 മാസം കൊണ്ട് ആ 10 ലക്ഷം രൂപ 1 കോടി രൂപ മൂല്യത്തിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കും. ബിസിനസ്സുകാർ ഒരു ജീവനക്കാരനെ കിട്ടുന്ന പൈസ KSFയിലോ ബാങ്കിലോ കൊണ്ട് ഡെപ്പോസിറ്റ് അവിടെ എത്തത്തുള്ളൂ. അവർ ചെറുതായിട്ട് കറക്കത്തേ ഉള്ളൂ, മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്തില്ല. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ഇതാ. ചെലവഴിക്കുന്ന പണം നിയമാനുസൃതമായി നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ എത്ര നാളും ചെലവഴിച്ചോ, നിങ്ങൾ പിന്നെയും പണക്കാരാവും.